മുഖ്യമന്ത്രി വിളിച്ചപ്പോൾ ഇവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ നിന്നില്ല, ഫോൺ കട്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട്. എനിക്കതറിയില്ല. ഞാൻ മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ച് മുഖ്യമന്ത്രിയാണ് എൻ്റെ അടുത്ത് ഇവിടം വരെ കൂടെ വരാൻ പറഞ്ഞത്. മുഖ്യമന്ത്രിയാണ്. അന്നേരം മുഖ്യമന്ത്രി എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു, ഞാൻ ആ കുഞ്ഞുമായിട്ട് സംസാരിക്കുന്നുണ്ട് എന്ന് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു. അവരുടെ പ്രശ്നങ്ങൾ കേട്ടില്ല. അവർക്ക് ആശ്വാസ വാക്കുകളല്ല, ഒരു സൊല്യൂഷൻ ആണ് വേണ്ടത്. അവരുടെ പ്രശ്നങ്ങളല്ലേ കേൾക്കേണ്ടത്? അവരുടെ പ്രശ്നങ്ങളല്ലേ കേൾക്കേണ്ടത്? ഒരു സൊല്യൂഷൻ വേണമെങ്കിൽ അവിടെ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കണ്ടേ? മന്ത്രി സിഎം വിളിച്ച സ്ഥിതിക്ക് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കേണ്ടി. സിഎം വിളിച്ച് ഞാൻ ഇങ്ങോട്ട് വരുന്ന കാര്യം സംസാരിച്ചു, എന്നാൽ ഞാൻ സംസാരിക്കും എന്നുള്ളത്. ഇന്ന് ഞാൻ രാവിലെ ഇവിടുന്ന് നീണ്ടാരയിൽ പോയി. അവിടെ എന്റെ മണ്ഡലത്തിൽ തന്നെ ഒരു ഇതിന്റെ പ്രശ്നമുണ്ട്. അവിടെ പോയിട്ട് അതിന് ശേഷമാണ് ഇതിന്റെ രൂക്ഷത മനസ്സിലാക്കി സിഎം സംസാരിച്ചത്, ഞാൻ ഇങ്ങോട്ട് വരുന്നെന്നുള്ള അറിയിച്ചതും. അന്നേരം തന്നെ MLA അറിയിച്ചു ഇങ്ങനെ വരുന്ന കാര്യം. ഷിരൂരിലെ ദുരന്തം ഉണ്ടായ സമയത്ത് നമ്മുടെ സംസ്ഥാന സർക്കാരും കൃത്യമായി തന്നെ അവിടെയുള്ള കർണാടക സർക്കാരും അത്രയും ദിവസം കൊണ്ടാടി, അല്ലെങ്കിൽ ആ രീതിയിലാണ് ആ വിഷയം ഏറ്റെടുത്തത്. ഒരു മത്സ്യത്തൊഴിലാളികളുടെ കേസ് വരുന്ന സമയത്ത് ഇത്രയും 8 ദിവസം പിന്നിട്ടിട്ടും ആ ഒരു ആളെ അല്ലെങ്കിൽ ഒരു ബാക്കി ആ കുടുംബത്തിന്റെ ഉപജീവന മാർഗത്തെയാണ് കാണാതിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് കാണാത്തതല്ല. നിങ്ങളിപ്പോ പറഞ്ഞ ഈ വീട്ടിൽ നിന്നുകൊണ്ട് ഞാനിങ്ങനെ ഈ ഒരു പ്രതികരണം നടത്തുന്നത് ശരിയില്ല. നമുക്ക് റോഡിലോട്ട് നിന്ന് സംസാരിക്കാം. നമുക്ക് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ നമ്മുടെ സംവിധാനങ്ങളുടെ പോരായ്മ അത് ഇനിയും വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ഒരു SOP എന്ന് പറഞ്ഞാൽ ഒരു റെസ്ക്യൂ ഓപ്പറേഷന്റെ SOP ഇന്നില്ല കടലിൽ മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട്. അതടക്കം ചർച്ച ചെയ്യേണ്ടിയാണ്. അത് ഇവിടെ വെച്ചല്ല ചർച്ച ചെയ്യേണ്ടത്.